നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു എനർജി എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻ എന്നുള്ളതാണ്. അതുപോലെ തേർഡ് പേഴ്സണോടുള്ള ഇമോഷൻ എന്താണ്, അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്, തേർഡ് പേഴ്സണെ അവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. അപ്പോൾ ആദ്യം നിങ്ങളോടുള്ള ഒരു ഇമോഷൻ എന്താണ് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. നൈറ്റ് ഓഫ് വാൺസ് എനർജിയാണ്. അവർ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാൺസ് എനർജി കാണിക്കുന്നത് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നതായിട്ടാണ്. ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ടെൻഡൻസി അവർക്കുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ ഹാങ്ഡ് മാൻ എനർജിയാണ്. അതായത് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെക്കായി നിൽക്കുകയാണെന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് ഈ റിലേഷനിലോട്ട് തിരികെ വരാൻ പറ്റാത്ത രീതിയിലൊരു ഒരു പ്രശ്നം അവർ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അവരെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ആക്ഷൻ ഇടാൻ പറ്റാതെ അവർ സ്റ്റെക്കായി പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു എഫേർട്ട് ഇടാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അവർ സ്നേഹത്തോടെ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇവിടെ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, റിലേഷനോട് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ റിലേഷന്റെ കാര്യത്തിൽ അവർക്ക് നിങ്ങൾക്ക് ആണ് അവർ ഇമ്പോർട്ടൻസ് തരുന്നതെന്നുള്ളത് തന്നെയാണ് കാണുന്നത് കേട്ടോ. 5 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ അവരെ ഭയങ്കരമായിട്ട് അവർ ഡെസ്പായി പോകുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയും അവർ വിഷമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നുള്ള ഈ ഒരു സെപ്പറേഷൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അവർക്ക് നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 6 ഓഫ് സോഡ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ അവർ വിചാരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ റിലേഷൻ നന്നാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. കാരണം ഈ റിലേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ റിലേഷൻ ഗിവ് അപ്പ് ചെയ്യാൻ അവർ തയ്യാറല്ല, ഇത് വേണ്ടെന്ന് വെക്കാൻ അവർ തയ്യാറല്ല. ആ പ്രതിസന്ധികളെ നേരിടാൻ അവർ ഒരുക്കാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയോടുള്ള ഇമോഷൻ എന്താ നോക്കാം. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവിടെ അവർ കുറച്ച് സ്വാർത്ഥമായിട്ടാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ അവർ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കണക്ഷൻ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഇവർ ഡൗൺ ആയി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണെ അവർ കണക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ തേർഡ് പേഴ്സണുമായിട്ട് ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന്റെ പേരിലാണെന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് വാൺസ് എനർജിയാണ്. തേർഡ് പാർട്ടി റെപ്രസെന്റ് ചെയ്യുന്ന കാർഡാണ്. ഇവിടെ ഈ പേഴ്സൺ ഡൊമിനന്റ് ആയിട്ട് ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു കൺട്രോളിങ് ആണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. തേർഡ് പാർട്ടിയുടെ ആ ഒരു കൺട്രോളിങ്, അല്ലെങ്കിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിൽക്കുക, ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവരോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല, അവിടെ ഒരു പേടിയാണ്, അല്ലെങ്കിൽ ഈ കൺട്രോളിങ്ങിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ദ എംബറർ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ പേഴ്സൺ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ്.
അവർക്ക് ഈ ഈ ഒരു തേർഡ് പാർട്ടി അവരോട് എങ്ങനെയാണോ നിൽക്കുന്നത്, എത്രമാത്രം അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഇമോഷൻസും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർക്ക് ഈ പേഴ്സണോട് പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അവർ ഈ ഒരു പേഴ്സണിന്റെ അടുത്ത് നിൽക്കുന്നത് ഇവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം തൽക്കാലത്തേക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ സ്നേഹമോ കണക്ഷനോ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇവർ ഈ റിലേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു ഹെൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്പായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പായിരിക്കാം. അങ്ങനെ ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു ഹെൽപ്പ്, അങ്ങനെയുള്ള രീതിയിലാണ് ഈ റിലേഷൻ അവർ കാണുന്നതെന്നുള്ളതാണ്. അല്ലാതെ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, സ്നേഹം, കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ദ എംപ്രസ് എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ തേർഡ് പാർട്ടി അവരുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആവണം എന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങൾ പേഴ്സണെ അവരുടെ ലൈഫിലോട്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ലൈഫ് പാർട്ട്ണറായിട്ട്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ പേഴ്സണുമായിട്ട് ഒരു ലൈഫ് വേണം എന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പേഴ്സൺ അറിയാം. പക്ഷെ നിങ്ങൾ പേഴ്സൺ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണെ കാണുമോ, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി അതുപോലെ അംഗീകരിക്കാനോ നിങ്ങളെ പേഴ്സൺ തയ്യാറല്ല എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് ഇവിടെ. തേർഡ് പേഴ്സണും നിങ്ങളുടെ പേഴ്സണിനെ പോലെ തന്നെ ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടുപേരും അവരവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ റിലേഷനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അവിടെ യാതൊരുവിധ ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല. ഇവിടെ ഈ ഒരു പെന്റിക്കിൾസ് ആണ് അവർക്ക് ഇമ്പോർട്ടൻസ്, മനസ്സിലായോ? ആ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന ആ ഒരു ഹെൽപ്പാണ് അവര് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതിനു വേണ്ടി തൽക്കാലത്തേക്ക് ആ ഒരു കണക്ഷനെ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ അതൊരിക്കലും ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കണക്ഷനോ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ അവരുടെ ലൈഫിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു കണക്ഷൻ അല്ല. നമ്മളിപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ അവരുടെ ലൈഫിനൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുമ്പോൾ നമ്മളൊരു കണക്ഷനെ നമ്മുടെ ലൈഫിൽ നിർത്തും. അതുപോലെ നിലനിർത്തുന്ന ഒരു കണക്ഷൻ മാത്രമാണ് ഈ തേർഡ് പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവും. നിങ്ങളുടെ റിലേഷനിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ റിലേഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നതായിട്ടാണ്. ഒരു സന്തോഷവും സമാധാനവും നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവും. ഈ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ വി, അവിട്ടം, ലെറ്റർ യു, മകം, ജൂലൈ, ആയില്യം, 2001, 1988, 1987, മകീര്യം, പൂരുട്ടാതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.